പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു പുതിയ പ്രഭാതം തന്നതിന് കർത്താവിനോട് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വീണ്ടും ദൈവവചനത്തിലേക്ക് തിരിയുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും കേൾക്കുവാനും ദൈവമായ കർത്താവ് ആരോഗ്യവും ആയുസ്സും ബലവും കൃപയും തന്നതോർത്ത് കർത്താവിന് എല്ലാ നന്ദിയും മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുന്നതിനായി ഉൽപ്പത്തിയുടെ പുസ്തകം 22ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ജെൻസിസ് ചാപ്റ്റർ 22 വേഴ്സ് 7 and 8. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. 8ാമത്തെ വാക്യം ചില പുസ്തകങ്ങൾ, ചില ട്രാൻസ്ലേഷൻ യഹോവ ഈരേ എന്നൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ വചനം വളരെ സുപരിചിതമാണ്. നമുക്കറിയാം അബ്രഹാമിന്റെ സംഭവ കഥ അറിയാത്ത ആരുമില്ല. യാഗം കഴിക്കാൻ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന അബ്രഹാമിന്റെ കഥ 22:1 ദൈവം പറയുന്നുണ്ട്. അനന്തരം അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞാണ് ആ അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സഭ നമുക്ക് സുപരിചിതമാണ്. ഇവിടെ വിശ്വാസത്തിന്റെ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അതിനപ്പുറത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം പറയാം. ഉത്തരമില്ലാത്ത ഒരു ചോദ്യത്തിന് മുൻപിൽ നിൽക്കുന്ന അബ്രഹാം, ഈ വചനം കേൾക്കുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന പലരും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടാകും. ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ഒരു ഉത്തരമുണ്ട്. പറയാനൊരു മറുപടിയില്ല, പക്ഷെ പറയുന്ന വാക്ക് യഹോവ നോക്കിക്കൊള്ളും. ഗോഡ് കെയേഴ്സ്, യഹോവ ജൈരെ, യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഹൃദയത്തിലെടുത്തേ. ഈ സംഭവം നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് പറഞ്ഞു 3 ദിവസം നടന്ന് അവിടെ മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ കാണിക്കുന്ന മലയിൽ കുഞ്ഞിനെ യാഗം കഴിക്കണം. ഏകജാതനാകുന്ന മകൻ ഇസ്ഹാക്കിനെ തന്നെ. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് പുറപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ചിന്തിക്കണം, ഈ പോക്കിനകത്ത്, ഈ യാത്രക്കകത്ത് അബ്രഹാമിന് ടെൻഷനുണ്ട്. ഏക മകനെ യാഗം കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്തൊരു വേദനയുണ്ട്, അതിനകത്തൊരു സങ്കടമുണ്ട്. ആ സങ്കടത്തിനകത്ത് കരച്ചിലുണ്ട്. ഒരു പക്ഷേ ഇന്നലെ രാത്രി അബ്രഹാം മുട്ടയിലിരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. ആ കരച്ചിൽ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മുട്ടയിലിരുന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും ദൈവത്തിന് ഒരു മറുപടിക്ക് വേണ്ടിയിട്ട്. കണ്ണുനീരൊഴുകി ഹൃദയം കലങ്ങി ഉറക്കമില്ലാത്തിരിക്കുന്ന അബ്രഹാമിനെ ദൈവം കണ്ടില്ലേ? ഇന്ന് ഈ വചനം കേൾക്കുമ്പം ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ. ദൈവം ആ കണ്ണുനീര് കണ്ടില്ലേ? ദൈവം ആ കരച്ചില് കണ്ടില്ലേ? കണ്ടു. പിന്നെ എന്തുകൊണ്ടാ ദൈവം അത് കണ്ടില്ലാത്തതുപോലെ നടിച്ചത്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ചത്? അബ്രഹാം ദൈവത്തിനറിയാം മലയിൽ കുഞ്ഞിനെയായിട്ട് വരുമ്പോൾ, ഇസഹാക്കിനെയായിട്ട് വരുമ്പം ആടിനെ കുരുക്കിയിട്ടേക്കുമെന്ന്. പക്ഷെ ദൈവം ഇറങ്ങി വന്ന് ആ കരയുന്ന അബ്രഹാമിന്റെ തോളത്ത് തട്ടിയിട്ട്, കുഞ്ഞെ നീ അങ്ങ് മലയിലേക്ക് പോരെ, ഞാനൊരു ആടിനെ അവിടെ കുരുക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ പ്രതിസന്ധി തീർന്നു, ആ വേദന തീർന്നു, ആ പരീക്ഷ തീർന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ കഴിയുന്ന അബ്രഹാമിന്റെ കണ്ണുനീര് കണ്ടില്ല എന്ന് വെച്ചത്? ഒരു വാക്കിന് എവിടേക്ക് പോകുമെന്ന് അറിയാതെ പുറപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ അനുസരിച്ച മനുഷ്യൻ, എന്നിട്ടും എന്തുകൊണ്ടാ അബ്രഹാം കരയുന്നത് കണ്ടിട്ട്, അബ്രഹാം ടെൻഷൻ ആവുന്നത് കണ്ടിട്ട്, അബ്രഹാം വേദനപ്പെടുന്നത് കണ്ടിട്ട് അതിന്റെ അവസാനത്തെ സംഭവം പറയാതിരുന്നത്? വായിച്ച വചനത്തിലേക്ക് നീതി പുലർത്താൻ അതിലേക്ക് വരട്ടെ. അബ്രഹാം അധികാലത്ത് ബാല്യക്കാരുമായി മലയുടെ താഴ്വര നിന്നു. എന്നിട്ട് മല കയറുകയ, കുഞ്ഞും മകനും അബ്രഹാമായിട്ട് കയറുകയ. മലയുടെ നടുവിലേക്കുള്ള കയറ്റത്തിന്റെ നടുവിൽ കുഞ്ഞ് 13-14 വയസ്സുള്ള ആ കൗമാരക്കാരന് ഇസഹാക്ക് അപ്പനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പാ, യാഗത്തിനുള്ള മൃഗം എവിടെ? വിറകുണ്ട്, കത്തിയപ്പന്റെ കയ്യിലുണ്ട്, തീയുണ്ട്, വിറകന്റെ തലയിലുണ്ട്, പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെ? ഇതൊരു ചോദ്യമാണ്. സത്യത്തിൽ ഇതിന് അബ്രഹാമിന് ഉത്തരമില്ല. ഈ ചോദ്യത്തിന് ഉത്തരമില്ല. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞില്ല മലയുടെ മേളിൽ ആടിനെ കുരുക്കിയിട്ടേക്കാമെന്ന്. അബ്രഹാമിന് ഉത്തരമില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ വാക്ക് കേൾക്കുമ്പോൾ, നിന്റെ തലമുറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഉത്തരമില്ലാത്ത ചോദ്യമുണ്ടോ?
ഉത്തരമില്ലാതെ നിൽക്കുന്നുണ്ടോ? അപ്പ എന്തുകൊണ്ടാ ഇങ്ങനെ വന്നേന്ന് ചോദിക്കുമ്പോ, എന്താ നമുക്ക് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ, ഇനി തിരിഞ്ഞൊന്ന് പറയട്ടെ, അതേ നാട്ടുകാരും ചാർച്ചക്കാരും വീട്ടുകാരുടെ മുമ്പില് എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, എന്താ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനക്കാർക്ക് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ അതിനൊരു നല്ല ഉത്തരം, സോളിഡായിട്ടൊരു മറുപടി കൊടുക്കാനില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ചിലരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ചിലരുടെ നിന്ദകൾക്ക് മുമ്പിൽ, ചില പരിഹാസ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കുഞ്ഞെ ഉത്തരമില്ലാതെ നീ നിൽക്കുന്നുണ്ടോ? ഉത്തരമില്ലാതെ നീ നിൽക്കുന്നുണ്ടോ? ഈ ഈ ഓമന മകൻ, ഏക മകൻ, സ്നേഹിക്കുന്ന മകൻ, 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മകൻ ഒരു ചോദ്യം ചോദിക്കുക, അപ്പാ യാഗത്തുള്ള മൃഗം എവിടെ? യാഗത്തുള്ള മൃഗം അതേ വേളിക്കൊണ്ട് കരുതിയേക്കാമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അപ്പന്റെ ഹൃദയം പൊട്ടുന്ന ഒരു വേദന, മകനെയാണ് യാഗം കഴിക്കുന്നതെന്ന് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി നിലവിളിച്ചു കരഞ്ഞുകൊണ്ടങ്ങ് പൊട്ടിപ്പോകുന്നത് പോലെ പറയണമെന്ന് തോന്നിക്കാണും. പക്ഷേ അബ്രഹാം സംയമനം പാലിച്ചു. വിശ്വാസിയെ, ഇന്ന് നിനക്ക് പാഠമാ. അബ്രഹാം സംയമനം പാലിച്ചു. അബ്രഹാം ശാന്തനായി നിന്ന അബ്രഹാം തിരിച്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയോ നോക്കാതെ ഒരു മറുപടി പറഞ്ഞു, യഹോവ നോക്കിക്കൊള്ളും മകനെ, യഹോവ ഈരെ, യഹോവ കരുതിക്കൊള്ളും. ഗോഡ് കെയേഴ്സ്. ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ഇന്നൊന്ന് ചിന്തിച്ചേ, യഹോവ കരുതുമെന്ന്, യഹോവ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് ശാന്തമായി പറയാൻ പറ്റുമോ? എല്ലാവർക്കും ചിരിക്കാൻ പറ്റും, സന്തോഷമുള്ള സമയങ്ങളിൽ ചിരിക്കാൻ പറ്റും. അവർ ബലവാന്മാരാ. വേദനയുള്ള സമയത്ത് കരയും, അത് മനുഷ്യ സഹജമാ. പക്ഷെ സങ്കടത്തിന്റെ സമയത്ത്, വേദനപ്പെടുന്ന സമയത്ത് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഹൃദയം നീറുമ്പോ, ചിലര് നിങ്ങളെ ചതിക്കുമ്പോൾ, ചിലരുടെ വഞ്ചനയിൽ അകപ്പെടുമ്പോൾ, ചിലരെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഏകാന്തതയ്ക്കകത്ത് കുഞ്ഞെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ? നീ ബലം പ്രാപിച്ചോ? നീ സഹിഷ്ണുതയുള്ളവനാ. ഹല്ലേലൂയ. ദൈവകൃപയുള്ളവനാ. ആ വേദനയ്ക്കകത്ത്, സങ്കടത്തിനകത്ത്, ഹൃദയം പൊട്ടിപ്പോകുന്ന ചോദ്യത്തിനകത്ത് ഈ അപ്പം പറഞ്ഞ മറുപടി, ശാന്തമായ മറുപടി, യഹോവ നോക്കിക്കൊള്ളും. ഈ കുഞ്ഞിന് മനസ്സിലായില്ല. ആ സാഹചര്യം അനുസരിച്ച് അതൊരു മരുഭൂമിയാണ്, വനാന്തരമാണ്. ആ കാലഘട്ടത്തിൽ ഓറിയാദേശം അഹിംസ്ര ജീവികളെ കൊണ്ട്, പുലിയോ കടുവയോ സിംഹമോ ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒരാട്ടിൻകുട്ടി വരാനൊന്നും ഒരു സാധ്യതയും അവിടെ ഇല്ല. വന്നാൽ തന്നെ ഈ ഹിംസ്ര ജന്തുക്കൾ കടിച്ചു കീറി കളയും. എന്നിട്ടും യഹോവ കരുതിക്കൊള്ളും. കുഞ്ഞിന് മനസ്സിലായില്ല. അപ്പനും മോനും കൂടെ മേളിൽ കയറി ചെന്നു. ഞാൻ ഇവിടെ ഒരു വസ്തുത പറയട്ടെ. ആ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് മുമ്പേ പറഞ്ഞതുപോലെ, നീ ഉത്തരമുട്ടി നിൽക്കുകയാണോ? നിന്നോടൊരു ആലോചന പറയാം, നീ കയറിപ്പോരെ, ആടിനെ കരുതിയേക്കാമെന്ന് പറഞ്ഞ പ്രതിസന്ധി തീർന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞില്ല. മലയുടെ മേളിൽ ചെന്നു, കുഞ്ഞിന്റെ കയ്യും കാലും പിടിച്ച് കെട്ടി. ആ യാഗപീഠം അടുക്കി, ആടിനെ കണ്ടില്ല. വിറകടുക്കി, ആടിനെ കണ്ടില്ല. യാഗപീഠമെല്ലാം അടുക്കി സെറ്റാക്കി, ആടിനെ കണ്ടില്ല. കുഞ്ഞിന്റെ കയ്യും കാലും പിടിച്ച് കെട്ടി, ആടിനെ കണ്ടില്ല. യാഗപീഠത്തിന്റെ മുകളിലേക്ക് ആ കുഞ്ഞിനെ എടുത്തു വെച്ചു. വാൾ മേലിലോട്ട് ഉയർത്തി. ഒരു നിമിഷാർത്ഥം മാത്രം, ഒരു സെക്കൻഡിന്റെ, ഒരു നിമിഷാർത്ഥം, അതിന് സെക്കൻഡിന്റെ ഒരു അർത്ഥം മാത്രം, ഒരു നിമിഷം മാത്രം, ഒരു 100-ലൊരു അംശം മാത്രം. ഇനി കുഞ്ഞിന്റെ ജീവൻ തീരാൻ പോകുമ്പോൾ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ദൈവത്തിന്റെ സൈലന്റ് പീരീഡ് ആയിരുന്ന, ദൈവം പ്രത്യക്ഷപ്പെട്ട് പിന്നെ സംസാരിക്കാതിരുന്ന ആ സൈലന്റ് പീരീഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ദൈവം സംസാരിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. കഴിഞ്ഞ 3 ദിവസം ദൈവം ഇടപെട്ടില്ല. പക്ഷെ ദൈവം ഇടപെട്ട് പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. എടുത്തു, കുഞ്ഞിനെ എടുത്തു, തിരിഞ്ഞു നോക്കി, ആടിനെ കണ്ടു, യാഗം കഴിച്ചു. ഒരു വസ്തുത പറയാം, മടങ്ങി വന്നപ്പോ മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു വസ്തുത പറയാം. മടങ്ങി വരുന്ന അബ്രഹാമിനോട് മകൻ ചോദിച്ചു, അപ്പാ ഞാൻ അങ്ങോട്ട് പോയപ്പോ അപ്പനോട് ചോദിച്ചില്ലേ ആട് എവിടെയാന്ന്, അപ്പൊ ആ യാഗത്തിലുള്ള മൃഗം എവിടെയെന്ന്? അപ്പൊ അപ്പം പറഞ്ഞു, യഹോവ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞില്ലേ? യഹോവ നോക്കിയില്ലേ? യഹോവ കരുതിയില്ലേ? കുഞ്ഞു പറഞ്ഞു, അപ്പാ എനിക്കൊരു കാര്യം അറിയാം. അപ്പച്ചൻ ഈ കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പച്ചൻ അറിയാമായിരുന്നെങ്കിൽ എന്റെ കൈയും കാലും പിടിച്ചു കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തുകയില്ലായിരുന്നു. അതെ മോനെ, പക്ഷേ അപ്പച്ചന് ഈ കാര്യത്തിന്റെ എന്റെ അറിയത്തില്ല. പക്ഷെ അപ്പച്ചന് ദൈവത്തെ അറിയാമായിരുന്നു. അപ്പച്ചനെ വിളിച്ചിറക്കിയ ദൈവത്തിനെ അറിയാമായിരുന്നു. അപ്പന് ദൈവത്തെ അറിയാമായിരുന്നു. തിരിച്ചൊരു കാര്യം പറയാം, അപ്പാ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്നലെ വരെ സൺഡേ സ്കൂള് കഥ പോലെ കേട്ടുകൊണ്ടിരുന്ന അതേ അപ്പം പോന്ന കഥയും, എനിക്ക് വേണ്ടി 25 വർഷം കാത്തിരുന്നതും, 100-ാമത്തെ വയസ്സിൽ കിട്ടിയതും, ഒരു സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞിനെ പോലെ കാത്തിരുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പം പറയുന്നിടത്ത്, അപ്പം പറയുന്ന ഇടത്ത് പറയുന്ന പോലെ ഇറങ്ങി വരുന്ന ഒരു ദൈവമാ അപ്പന്റെ ദൈവം. അപ്പം പറഞ്ഞു, യഹോവ ഈരേന്ന് പറഞ്ഞ യഹോവ കരുതുന്നു. ആ കരുതുന്ന ദൈവമാണെന്ന് മനസ്സിലായി. മലയുടെ മുകളിൽ ഈ സാഹചര്യം മുഴുവൻ എതിരായിരുന്നിട്ടും ഒരാടിനെ കരുതാൻ യഹോവയ്ക്ക് കഴിഞ്ഞെങ്കിൽ, അതെ എനിക്കറിയാം അപ്പന്റെ ദൈവം, അപ്പന്റെ വിളിപ്പുറത്തുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനം പറഞ്ഞു,
അപ്പാ ഇനി അപ്പന്റെ ദൈവം എന്റെ ദൈവമാ. ഇന്നലെ വരെ ഞാൻ കേട്ട ദൈവം ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് രുചിച്ചറിഞ്ഞ അപ്പന്റെ ദൈവം എന്റെ ദൈവമാ. ഹല്ലേലൂയ. അപ്പന്റെ ദൈവം എന്റെ ദൈവമാ. തലമുറ യഹോവയുടെ കരുതൽ അറിയുക. തലമുറ അറിഞ്ഞു അപ്പന്റെ ദൈവത്തിന്റെ കരുതൽ, സ്വർഗത്തിന്റെ അപ്പന്റെ കരുതൽ തലമുറ അറിഞ്ഞു. അതുകൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അപ്പന്റെ ദൈവം മകന്റെ ദൈവമായി ഇന്ന് വേദനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ ചിലപ്പോ നീ വേദനയെ കൂടെ പോകുന്നത് തലമുറയ്ക്ക് യഹോവയുടെ കരുതൽ അറിയിക്കാനായിരിക്കും. ചിലപ്പോ നീ സങ്കടത്തിൽ കൂടെയും ചിലപ്പോ നീ അതേ വിഷമത്തിൽ കൂടെയും കടന്നു പോകുന്നു. നിന്നെ തകർത്തു കളയാനല്ല. ചാർച്ചക്കാരുടെ പിതൃഭവനത്തിന്റെ മധ്യത്തിൽ യോശുവയോട് പറയുന്നത് പോലെ ഇന്ന് ഞാൻ നിന്നെ എന്താ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൂ, നിന്നെ വലിയവനാക്കും. നീ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കുന്നുണ്ടെന്ന് അറിയിക്കാനായിരിക്കും. കർത്താവിന്റെ പദ്ധതി നിന്നെ അറിയിക്കാനായിരിക്കും. അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്നതിനായിരിക്കും. നിത്യരാജ്യത്തിന് വേണ്ടി കുഞ്ഞെ നിന്നെ ഒരുക്കി എടുക്കുന്ന ഒരു പദ്ധതിക്ക് അകത്തായിരിക്കും കുഞ്ഞെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട സർവ്വപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് യഹോവയുടെ കരുതൽ, യഹോവ കണ്ണുനീര് കാണാതിരുന്നിട്ടല്ല ദൈവത്തിന്റെ ടൈം. യഹോവ ഉത്തരം മുട്ടി നിൽക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാതിരുന്നിട്ടല്ല യഹോവയുടെ ടൈം. ദൈവം ആരാണെന്നറിയാൻ തലമുറ യഹോവയുടെ കരുതൽ അറിയാൻ, ദൈവത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തറിയാൻ ദൈവം തമ്പുരാൻ കർത്താവേ ചില വസ്തുതകൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും തരണമേ, സഹിഷ്ണുത തരണമേ അപ്പാ. കർത്താവേ, കർത്താവിന്റെ ആ ശോധനകൾ പിടിച്ചു നിൽക്കാൻ കർത്താവ് കൃപ തരണം. കർത്താവിനെ ടേസ്റ്റ് ചെയ്തറിയാൻ ഞങ്ങളുടെ തലമുറകൾ കർത്താവിനെ അറിയാൻ സ്വർഗമിടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. സകലവരെയും അനുഗ്രഹിക്കും. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിശാലമേറിയ കർത്താവിന്റെ ചെറുകടിയിൽ നമ്മളെ മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.